ഒന്ന്, ഒരു സേഫ്റ്റി ഓഡിറ്റ് കേരളത്തിലെ റോഡുകളിൽ നടത്തണം. കാരണം ഇതുപോലുള്ള പരാതികൾ പല സ്ഥലത്തും ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ഉപയോഗിക്കുന്ന മണ്ണിനെക്കുറിച്ചുള്ള പരാതികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഡിസൈനെക്കുറിച്ച് പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കിയതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട്. അതുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞു. ദേശീയപാത അതോറിറ്റി ചെയർമാൻ ഇവിടെ വന്നു, സാങ്കേതിക വിദഗ്ധരൊക്കെ അയച്ചു. അത് നടത്തുമെന്നാണ് ഞങ്ങൾ കമ്മിറ്റി മുമ്പാകെ അവർ ഉറപ്പ് നൽകിയത്. പക്ഷേ അത്തരം ഉറപ്പുകൾക്കൊന്നും യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്താണ്? രണ്ടാമത്, സർവീസ് റോഡുകളുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു, സർവീസ് റോഡുകൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആരാണ് സർവീസ് റോഡുകൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്? 2 വീലേഴ്സ്, ഓട്ടോറിക്ഷക്കാർ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 40% യാത്രക്കാരും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ചെറിയ വണ്ടികൾ യാത്ര ചെയ്യുന്നവരാണ്, പാവങ്ങളാണ്. അവർ യാത്ര ചെയ്യേണ്ട റോഡാണ് സർവീസ് റോഡ്. ആ സർവീസ് റോഡ് മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞതാണ്. ഈ 2 കാര്യങ്ങളും കാറ്റിൽ പറഞ്ഞു. ഇപ്പം കൊല്ലത്തെ അപകടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, എലിവേറ്റഡ് റോഡ്, മെയിൻ റോഡ്, ഹൈവേ അതിരുന്നു പോയപ്പോൾ സർവീസ് റോഡിലേക്ക് വന്ന് സർവീസ് റോഡ് പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോയി എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത്. അപ്പോൾ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് അവിടെ നടത്തിയിരിക്കുന്നത്? ഏത് മെറ്റീരിയൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ച മണ്ണിനെക്കുറിച്ച് ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രാവശ്യവും കലക്ടർ വന്നവിടെ പരിശോധിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ? ഇതിപ്പം സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത്. ഇത് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ തന്നെ എന്താകുമായിരുന്നു സ്ഥിതി? കൂരിയാടും അത് തന്നെയല്ലേ സ്ഥിതി, തുറവൂരിലും അത് തന്നെയല്ലേ സ്ഥിതി? ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ നിസ്സംഗതയാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജോലി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവൻ്റെ വില കൽപ്പിക്കുമ്പോൾ ആ ജീവൻ്റെ വില കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഇവിടെ അവർ പൂർണ്ണമായിട്ടും അവർക്ക് ഒറ്റ ലക്ഷ്യമേ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡങ്ങ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. റോഡ് ഉദ്ഘാടനം ചെയ്യട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പം സുരക്ഷയുള്ള റോഡാക്കണ്ടേ? അതിനവർ ഇടപെടണ്ടേ? ആ ഇടപെടൽ പോലും നടത്താൻ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? ഇത് ഒന്നിനു പിറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിനൊരു പ്രസ്താവന കൊടുക്കും, അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആളെ നേരെ കുതിര കയറും. ഇതിന് പകരം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല. ഇതിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി കണക്കിലെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പൊടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത്. ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കതിൽ പങ്കുണ്ടാവും. കേന്ദ്രത്തിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള കുറ്റകരമായ കാര്യമാണ്. എന്തായാലും ഇത് പാർലമെൻറ്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും. ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ കൂരിയാടിൻ്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും. ഒരു പരിമിതിയുമില്ല. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് പറയാമല്ലോ. മാത്രമല്ല ജില്ലാ കലക്ടർമാർ ചെയർമാനായിട്ടുള്ള സമിതികൾ എല്ലാ ജില്ലയിലും ഉണ്ട്. അതിൽ ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, അവർ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇത് അപകടമുള്ള കൺസ്ട്രക്ഷനാണ്. നാട്ടുകാർക്ക് കൺസ്ട്രക്ഷനെ കുറിച്ച് ബോധ്യം വരുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അത് ബോധ്യം വരില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം വരില്ലേ? നാട്ടുകാർ, നിങ്ങളുടെ വിഷ്വൽസ് തന്നെ ഞാൻ കണ്ടത്. ആ വിഷ്വൽസിനകത്ത് നാട്ടുകാർ ഇന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് ഇതേക്കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരാതിയില്ലേ? ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുക്കലാണോ? അപ്പോൾ ഇത് വളരെ ഗൗരവതരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.